ഇനി സംസ്ഥാനത്തെ കാര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് കനത്ത ചൂട് ഓരോ ദിവസം കഴിയുന്തോറും ഉയരുകയാണ്. പാലക്കാട് ഉയർന്ന താപനിലയാണ്. വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ച് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. വിശദാംശങ്ങളുമായി ആൻഫിലിറ്റ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആൻഫിലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ ചുട്ടുപൊള്ളുന്ന വേനലാണ്. പാലക്കാട് ജില്ല 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. മാത്രവുമല്ല പല ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നതാ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനും പോവുകയാണ്. ലിജിൻ, തീർച്ചയായും വലിയ രീതിയിലാണ് ചൂട്. കനത്ത ചൂടിൽ കേരളം വെന്തുരുകയാണ്. അനുദിനം ചൂട് വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ തന്നെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ജാഗ്രതയോടുകൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ചൂടിന്റെ അത് റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാട് വലിയ രീതിയിലുള്ള ചൂടാണ്. ഏറ്റവും കൂടുതൽ ചൂട് നേരിടുന്നത് പാലക്കാടാണ്. പാലക്കാട് 40 ഡിഗ്രിയുടെ ചൂട് ഉയരാനുള്ള റെക്കോർഡ് ചൂടാണ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതിലെ വയനാടും ഇപ്പോൾ ഇടുക്കി ഈ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി 12 ജില്ലകളും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പാലക്കാട് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ തന്നെയും തൊട്ട് പിന്നിലാണ്. അത് 38, 36, 37 എന്ന രീതിയിൽ തന്നെയാണ് മറ്റു ജില്ലകളിലൊക്കെ. തിരുവനന്തപുരത്ത് 36.5 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന രീതിയിലൊക്കെയാണ് മറ്റു ജില്ലകളിൽ. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലൊക്കെ തന്നെ, കോഴിക്കോട് സമാനമായ രീതിയിൽ 36, 37, 38 ഈ രീതിയിൽ തന്നെ ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചൂടുകൾ എന്ന് പറയുന്നത് സാധാരണ നിലയിലുള്ളതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്ന ചൂടാണ്. പാലക്കാട് 3.5 ഡിഗ്രി വരെ ഉയർന്ന രീതിയിലാണ് 40 എന്ന റെക്കോർഡ് ചൂടിലേക്ക് വരുമ്പോൾ. ഇതൊക്കെ തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചൂട് വലിയ രീതിയിൽ ക്രമാനുഗതമായി ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയും സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒക്കെ തന്നെ. അതനുസരിച്ച് സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ഉപഭോഗം വലിയ രീതിയിൽ ഉയരുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗമൊക്കെ ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം ഈ വൈദ്യുതി ഉപഭോഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം KCB പുറത്തുവിട്ട കണക്ക് പ്രകാരം 6000-ന് മുകളിലാണ് മെഗാവാട്ട് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. 6000 മെഗാവാട്ട് വൈദ്യുതി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സർവകാല റെക്കോർഡാണ്. ആദ്യമായാണ് ഈ വൈദ്യുതിയുടെ ഉപഭോഗം 6000 കിടക്കുന്നത്. 6012 എന്ന രീതിയിലാണ് വൈദ്യുതി ഉപഭോഗം വന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് ചൂട് കൂടുകയും വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി ഒരു പ്രതിസന്ധിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം എങ്ങനെ അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാം എന്നതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവ് ഓരോ ദിവസം കഴിയുന്നതോറും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. പ്രധാനമായും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയം വളരെ ശ്രദ്ധിക്കണം. ബൈക്ക് യാത്രക്കാരൊക്കെ തന്നെ ശ്രദ്ധയോടെയായിരിക്കണം. ഈ വെയിൽ കൊള്ളുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അൻഫ്ലിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.